നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മട്ടന്നൂർ ഷുഹൈബ് വധക്കേസിലെ മുഴുവൻ പ്രതികളെ റിമാൻഡ് ചെയ്യാൻ കോടതി ഉത്തരവിട്ടിരുന്നു. കഴിഞ്ഞ ദിവസം അത്തരത്തിൽ നിർണായകമായൊരു ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചിരുന്നു. കേസ് നീട്ടിക്കൊണ്ടുപോകാനുള്ള പ്രതികളുടെ നീക്കമാണ് കോടതിയുടെ അപ്രതീക്ഷ ഉത്തരവിലൂടെ തകർന്നത്. ഇതോടെ ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെ 17 പ്രതികളെ റിമാൻഡ് ചെയ്യാനുള്ള നടപടി പോലീസ് തുടങ്ങിയിരിക്കുകയാണ്. പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി രാഹുൽ മങ്കൂട്ടത്തിൽ വന്നു. ഈ നായയ്ക്കൊപ്പം, അതായത് പണ്ട് ആകാശ് തില്ലങ്കേരി ഒരു നായയ്ക്കൊപ്പം ഇരിക്കുന്ന ചിത്രം പങ്കുവച്ചിരുന്നു. അതിൽ ആകാശ് തില്ലങ്കേരിയുടെ ചിത്രം മാറ്റിയിട്ട് നായയുടെ മാത്രം ചിത്രം വെച്ചുകൊണ്ട് രാഹുൽ മങ്കൂട്ടത്തിൽ വിമർശനം പങ്കുവച്ചു. ഈ നായയ്ക്കൊപ്പം കുറിച്ചുകൊണ്ടിരുന്നവൻ്റെയും അവൻ്റെ കൂടെ ഷുഹൈബിനെ വേട്ടയാടാൻ പോയ തില്ലങ്കേരിയിലെ സകല എണ്ണത്തിൻ്റെയും ജാമ്യം റദ്ദാക്കിയിട്ടുണ്ട്. വീടാതെ വിടില്ല ഒരു കണക്കും എന്നായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പിന്നാലെ രാഹുലിൻ്റെ പഴയ കേസിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരുപാട് കമൻറ്റുകൾ നിറയുന്നുണ്ട്. നീ കൊന്നൊടുക്കിയ കുഞ്ഞുങ്ങളുടെ കണക്കും വീടാതെ വിടില്ല എന്ന് ചിലർ പറയുന്നുണ്ട്. 19 വയസ്സുള്ള ഒരു ചെറുക്കൻ്റെ നെഞ്ചത്ത് കടാര കുത്തിക്കയറ്റിയ നിഖിൽ പൈലിയെ വീണ്ടും DCC മെമ്പർ ആക്കിയിട്ടാണ് നിങ്ങളുടെയൊക്കെ ഈ വിമർശനം എന്നത് അംഗീകരിക്കാനാകില്ല എന്നാണ് ഈ കമൻറ്റുകളിലൊക്കെ ആൾക്കാർ വ്യക്തമാക്കുന്നത്. അതായത് DCC മെമ്പറാക്കി നിഖിൽ പൈലിയെ നിയോഗിച്ചിരിക്കുന്നു. ഇത് ഉയർത്തിക്കാട്ടിയാണ് ആകാശ് തില്ലങ്കേരിക്കെതിരെ ഉയരുന്ന ഈ ഒരു വിമർശനത്തെ, രാഹുൽ ഉയർത്തിയ വിമർശനത്തെ പ്രതിരോധിക്കുന്നത്. രാഹുലിൻ്റെ ജാമ്യം റദ്ദാക്കുമെന്ന് ആണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുന്ന ഒരുത്തന്മാരെയും വെറുതെ വിടില്ല എന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ രാഹുലിൻ്റെ ജാമ്യം റദ്ദാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്ന രീതിയിലുള്ളൊരു വിമർശന കമൻ്റ് ഉണ്ട്. വീട്ടാതെ വിടില്ല ഒരു കണക്കും, പിഞ്ചു മക്കളെ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് ഇല്ലാതാക്കിയ നിന്റെ കണക്കും വീടാതെ പോകില്ല എന്നാണ് മറ്റൊരാൾ ഈ ഒരു പോസ്റ്റിന് കമൻ്റ് കുറിച്ചിരിക്കുന്നത്. പാലക്കാട് നിന്റെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഹനീഫയെ കൊന്നവന്മാർ ഇപ്പോഴും ഉണ്ടോ? അവരെ എന്ത് ചെയ്തു? നിഖിൽ പൈലി നിന്റെ പാർട്ടിയിൽ ഉന്നത സ്ഥാനം കൊടുത്തത് നീ അറിഞ്ഞോ? വയനാട്ടിലെ ബാലകൃഷ്ണൻ നിന്റെ പാർട്ടിയിലെ MLA ആയത് നീ അറിഞ്ഞോ? നിനക്ക് ഇതിനൊക്കെ എവിടെ സമയം? നീ അപ്പോൾ കേരളത്തിൽ ജനസംഖ്യ ഉയർത്താൻ നടന്നതല്ലേ എന്ന് മറ്റൊരാൾ വിമർശന കമൻറ്റ് ഉയർത്തിയിരിക്കുകയാണ്. കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ വേരിറക്കണം, ഇത്തരം ചെയ്തികൾ ചെയ്ത് പ്രബുദ്ധ മലയാളികൾ എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ആരെയും ഒരു തെമ്മാടികളെയും വെറുതെ വിടില്ല, ടീം UDF തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന കമൻ്റ് ഉണ്ട്. മാത്രമല്ല നിനക്കുള്ള പണി ഉടനെ തന്നെ വരും രാഹുൽ എന്ന് മറ്റൊരാൾ കമൻ്റ് കുറിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് രാഹുൽ മങ്കൂട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വീട്ടാതെ വിടില്ല ഒരു കണക്കും എന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ പറയുമ്പോൾ തീർത്തും രാഹുലിൻ്റെ പേരിലും ഒരു കേസുണ്ട്. അത് കുഞ്ഞുങ്ങളെ അബോർഷൻ ചെയ്തു കളഞ്ഞു, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പേ ആ കുട്ടികളെ അബോർട്ട് ചെയ്ത് കളഞ്ഞു, ആ സ്ത്രീകളെ നിർബന്ധിപ്പിച്ച് ഗർഭചിത്രം നടത്തി, ആ കണക്ക് വീട്ടാതെ പോകില്ല എന്നതടക്കമുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് രാഹുലിൻ്റെ കമൻറ്റ് ബോക്സിൽ നിറയുന്നത്. മട്ടന്നൂർ ഷുഹൈബ് വധക്കേസിലെ മുഴുവൻ പ്രതികളെ റിമാൻഡ് ചെയ്യാനാണ് കോടതിയുടെ ഉത്തരവ്. കേസ് നീട്ടിക്കൊണ്ടുപോകാനുള്ള പ്രതികളുടെ നീക്കം ഇതോടെ തടയുകയും ചെയ്തു. ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെ 17 പ്രതികളെ റിമാൻഡ് ചെയ്യാനുള്ള നടപടി പോലീസ് തുടങ്ങിയിരിക്കുകയാണ്. ഈ മാസം 18 മുതൽ ഷുഹൈബ് വധക്കേസ് വിചാരണ നടക്കുകയായിരുന്നു. അക്രമത്തിൽ പരിക്കേറ്റവരും ഷുഹൈബിന്റെ സുഹൃത്തുക്കളുമായ 2 പ്രധാന സാക്ഷികളുടെ വിസ്താരം പ്രോസിക്യൂഷൻ പൂർത്തിയാക്കി. പ്രതികളെ ഇവർ തിരിച്ചറിഞ്ഞു. എന്നാൽ പ്രതികളുടെ അഭിഭാഷകർ ക്രോസ് വിസ്താരത്തിന് തയ്യാറായില്ല. കോടതിയിൽ ഹാജരായ പ്രതികളുടെ അഭിഭാഷകരായ സുനിൽ മഹേശ്വരൻ പിള്ള, NR ഷാനവാസ് എന്നിവർ ക്രോസ് വിസ്താരം നടത്തുന്നില്ലെന്ന് കോടതി അറിയിക്കുകയായിരുന്നു. 1 മുതൽ 3 വരെ പ്രതികളുടെ അഭിഭാഷകനായ PV ഹരിയാണെങ്കിൽ ക്രോസ് വിസ്താരത്തിന് ഇല്ല എന്ന് കോടതി അറിയിച്ചു. കേസ് നിലവിലെ കോടതിയിൽ നിന്ന് മാറ്റുന്നതിന്റെ ഭാഗമായാണ് ക്രോസ് വിസ്താരം നടത്തുന്നതിൽ നിന്ന് അഭിഭാഷകർ വിട്ടുനിന്നത്. അഭിഭാഷകരുടെ തീരുമാനം തന്നെയാണോ പ്രതികൾക്കുമെന്ന് കോടതി ചോദിച്ചപ്പോൾ അതേ എന്നായിരുന്നു പ്രതികളുടെ മറുപടി. അതേസമയം പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യത കണക്കിലെടുത്ത് കോടതി ഇവരുടെ ജാമ്യം റദ്ദാക്കി റിമാൻഡ് ചെയ്യാൻ ഉത്തരവിട്ടു. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വാദം തുടരട്ടെ എന്നും കോടതി അറിയിച്ചു. 3ാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി റൂബി K. ജോസാണ് പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയത്. പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിൽ ഉൾപ്പെടെ അലംഭാവം കാണിച്ച് ഏറെ വിവാദം സൃഷ്ടിച്ച കേസാണിത്. 8 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് കേസ് വിചാരണ തുടങ്ങിയത്. പ്രതികളെ സംരക്ഷിക്കുന്നതിന് LDF സർക്കാർ വഴിവിട്ട നീക്കം നടത്തിയതും വലിയ രീതിയിലുള്ള വിമർശനങ്ങളിലേക്ക് നയിക്കപ്പെട്ടിരുന്നു. 2018 ഫെബ്രുവരി 18 രാത്രി 10:30 മട്ടന്നൂർ കീഴൂർ തെരുവിലെ ഉറി എന്ന തട്ടുകടയിൽ സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കുമ്പോൾ മാരകായുധങ്ങളുമായി സംഘടിച്ചെത്തിയ CPM പ്രവർത്തകർ ഷുഹൈബിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. അക്രമം തടയാൻ ശ്രമിക്കവേ ഷുഹൈബിന്റെ സുഹൃത്തുക്കളായ നൌഷാദ്, റിയാസ് എന്നിവർക്കും പരിക്കേറ്റു. കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി K. പത്മനാഭൻ ഹാജരായി. ആകാശ് തില്ലങ്കേരി, റെജിൽ രാജ്, A. ജിതിൻ, CH ദീപ്ചന്ദ്, TK അസ്കർ എന്നിവരാണ് 1 മുതൽ 5 വരെ പ്രതികൾ. സാജ് നിവാസിൽ K. ബൈജു, തില്ലങ്കേരി ആലയാട് പുതിയപുരയിൽ സ്വദേശി അൻവർ സാദത്ത്, അതുപോലെ തന്നെ K. അഖിൽ, K. സഞ്ജയ്,
കെ രജത്ത്, കെ വി സംഗീത്, അതുപോലെ തന്നെ പി കെ അവിനാഷ് എന്നിവരും പ്രതികളാണ്. മാത്രമല്ല സി നിജിൽ, എളമ്പാറ അഭിനന്ദന ഹൗസിൽ കെ പി പ്രശാന്ത്, പാലയോട് തെരൂർ സ്വദേശി എ പി സിനീഷ്, അതുപോലെ തന്നെ കെ കെ സുബീൻ, ബി പ്രജിത്ത് എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. എന്തായാലും ഷുഹൈബ് വധക്കേസിൽ മുഴുവൻ പ്രതികളെ റിമാൻഡ് ചെയ്യാനുള്ള കോടതിയുടെ അപ്രതീക്ഷിത ഉത്തരവിൽ ഞെട്ടി പ്രതിഭാഗം. നിലവിലെ കോടതിയിൽ നിന്ന് വിചാരണ മാറ്റുന്നതിനായുള്ള നീക്കം നടത്തുന്നതിനിടെയാണ് പ്രതികളായ 17 പേരെ റിമാൻഡ് ചെയ്യാൻ കോടതി ഉത്തരവിട്ടത്. പ്രതികളെ സംരക്ഷിക്കുന്നതിന് പലവിധ സഹായവും LDF സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നു. വർഷങ്ങളോളം നീണ്ട നിയമയുദ്ധത്തിനൊടുവിലാണ് വിചാരണ തുടങ്ങിയത്. വിചാരണ സമയത്ത് കേസ് നീട്ടിക്കൊണ്ടുപോകാനുള്ള പ്രതിഭാഗത്തിന്റെ നീക്കത്തിനാണ് കോടതി തടയിട്ടത്. വിചാരണ സമയത്ത് 17 പ്രതികളും കോടതിയിൽ ഹാജരായിരുന്നു. വിചാരണയ്ക്ക് ഹാജരാകാതെ വരുന്ന ഘട്ടങ്ങളാണ് പ്രതികളെ റിമാൻഡ് ചെയ്യാൻ കോടതി ഉത്തരവിടാറുള്ളത്. എന്നാൽ വിചാരണ സുഗമമായി പൂർത്തിയാക്കുന്നതിന് പ്രതികളെ റിമാൻഡ് ചെയ്യാനുള്ള വിവേചനാധികാരം കോടതിക്കുണ്ടെന്ന് നിയമവിദഗ്ധർ പറഞ്ഞു. കോടതി വിധി സ്വാഗതാർഹമാണെന്ന് കേസിൽ ആദ്യഘട്ടത്തിൽ കോടതിയിൽ ഹാജരായ വാദിഭാഗം അഭിഭാഷകനായ TA ജസ്റ്റിൻ വ്യക്തമാക്കി. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ K പത്മനാഭനൊപ്പമാണ് ജസ്റ്റിൻ പ്രവർത്തിക്കുന്നത്. സുഗമമായും സമയബന്ധിതമായും കേസ് നടത്തുന്നതിനാണ് പ്രതികളെ റിമാൻഡ് ചെയ്തതെന്നും ജസ്റ്റിൻ പറഞ്ഞു. ക്രോസ് വിസ്താരം ചെയ്യാൻ പ്രതിഭാഗം അഭിഭാഷകർ തയ്യാറായില്ല. വിസ്താരം മാറ്റിക്കൊടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഭാഗം വിചാരണ കോടതിയിൽ ഹർജി നൽകി. എന്നാൽ കോടതി അത് അനുവദിച്ചില്ല. പ്രിൻസിപ്പൽ ജില്ലാ കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. സാക്ഷികളെ വിസ്താരം ചെയ്യുന്ന രീതിയെ ചോദ്യം ചെയ്താണ് ഹർജി നൽകിയത്. ചോദ്യോത്തര രീതിയിൽ വേണം സാക്ഷി വിസ്താരം എന്നാണ് പ്രതിഭാഗത്തിന്റെ ആവശ്യം. എന്നാൽ അങ്ങനെ വേണമെന്ന് നിയമത്തിൽ എവിടെയും പറയുന്നില്ല. സാക്ഷികൾക്ക് കണ്ടതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ അവരുടെ രീതിയിൽ കോടതിയിൽ പറയാം. കേസ് നീട്ടിക്കൊണ്ടു പോകുക എന്നതായിരുന്നു ലക്ഷ്യം. 2 സാക്ഷികളുടെ വിസ്താരം കഴിഞ്ഞപ്പോൾ തന്നെ പ്രതികൾക്ക് ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പായി. ക്രോസ് വിസ്താരം ചെയ്യാതെ വന്നതോടെ കോടതിയുടെ പ്രവർത്തനം സുഗമമായി നടക്കില്ലെന്ന് തോന്നിയതിനാലാകാം റിമാൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. പ്രതികൾക്ക് ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വരും. ജൂലൈ 10 വരെ തുടർച്ചയായി കേസ് വാദം കേൾക്കാനാണ് ഉത്തരവ്. കേസ് എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന് സുപ്രീം കോടതിയുടെയും അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടെന്നും ജസ്റ്റിൻ പറഞ്ഞു. കോടതി ഉത്തരവിൽ സന്തോഷമുണ്ടെന്ന് ഷുഹൈബിന്റെ സുഹൃത്തും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ഫർസീൻ മജീദ് പ്രതികരിച്ചു. മാത്രമല്ല ഷുഹൈബും ഒത്തുള്ള ഒരു സംഭവം കൂടി മജീദ് ഓർത്തെടുക്കുകയാണ്. എടയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന KSU-SFI സംഘർഷത്തിന്റെ തുടർച്ചയായി CIT-കാരുമായി സംഘർഷമുണ്ടായി. താനും ഷുഹൈബും ഉൾപ്പെടെയുള്ളവർ ജയിലിലായി. 2018 ജനുവരി 12-നാണ് ജയിലിൽ പോയത്. ജനുവരി 25-ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങി. 1 മാസം കഴിഞ്ഞപ്പോൾ ഷുഹൈബ് കൊല്ലപ്പെട്ടു. ഷുഹൈബ് രാഷ്ട്രീയ പ്രവർത്തനത്തിനപ്പുറം ജനങ്ങൾക്കിടയിൽ നിറഞ്ഞു നിന്ന ആളായിരുന്നു. CPM-ന് ഭാവിയിൽ ഭീഷണിയാകുമെന്ന് തോന്നിയതിനാലാകാം ഷുഹൈബിനെ ഇല്ലാതാക്കിയത്. പ്രതികളെ CPM തള്ളിപ്പറഞ്ഞെങ്കിലും എല്ലാ സഹായങ്ങളും ചെയ്തു നൽകി. ഇന്നും പ്രതികൾക്ക് വേണ്ടി CPM നേതാക്കൾ കോടതിയിലെത്തി. ശിക്ഷ ഉറപ്പായതോടെ കേസ് വലിച്ചു നീട്ടാനാണ് ശ്രമിച്ചത്. അങ്ങനെ പുറത്തിറങ്ങി നടക്കാമെന്നും അവർ കരുതി. റിമാൻഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്നാൽ കോടതി നിർണായകമായ തീരുമാനമെടുത്തുമെന്നും ഫർസീൻ പറഞ്ഞു. പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിൽ ഉൾപ്പെടെ അലംഭാവം കാണിച്ച് ഏറെ വിവാദം സൃഷ്ടിച്ച കേസാണിത്. 8 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് കേസ് വിചാരണ തുടങ്ങിയത്. പ്രതികളെ സംരക്ഷിക്കുന്നതിന് LDF സർക്കാർ വഴിവിട്ട് നീക്കം നടത്തിയതും വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.